എല്ലാവർക്കും SCRPSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ്. വളരെ റയറായിട്ട് മാത്രം ചോദിക്കുന്ന റാങ്ക് മേക്ക് ക്വസ്റ്റ്യൻസാണ് ഇതിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തുടക്കകാലത്ത് എത്ര വർഷത്തേക്കാണ് വിക്ടോറിയ രാജ്ഞി പ്രവർത്തനാനുമതി നൽകിയത്? ജോൺസ് കമ്പനി അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവരുടെ ആക്റ്റിൽ ഒപ്പിടുമ്പോൾ എത്ര വർഷത്തേക്കാണ് ഇവർക്ക് പ്രവർത്തനാനുമതി നൽകിയത്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന് കിഴക്ക് വശത്തേക്ക് ട്രേഡ് ചെയ്യാൻ, ഗുഡ് ഹോപ്പ് മുനമ്പിന് കിഴക്ക് വശത്തേക്ക് ട്രേഡ് ചെയ്യാൻ എത്ര വർഷത്തേക്കാണ് ഇവർക്ക് അനുമതി നൽകിയത്? എത്ര വർഷത്തേക്കാണ്? 15 വർഷത്തേക്ക്. 15 വർഷത്തേക്ക്. രണ്ടാമത്തെ ചോദ്യം, ഹെക്ടർ എന്ന കപ്പലിൽ വില്യം ഹോക്കിൻസ് ഇന്ത്യയിലേക്ക് വരികയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായി. അദ്ദേഹത്തിന് ഖാൻ എന്ന വിളിപ്പേര് നൽകിയ ചക്രവർത്തി ആര്? ആ സമയത്ത് മുഗളന്മാരാണ് ഇന്ത്യയിൽ ഭരിച്ചിരുന്നത്. ലഹരിയിൽ ആറാടിയിരുന്ന ഒരു ചക്രവർത്തി അദ്ദേഹത്തെ വിളിക്കുകയാണ് ഖാൻ, ക്യാപ്റ്റൻ ഖാൻ. വില്യം ഹോക്കിൻസിന് ക്യാപ്റ്റൻ ഖാൻ എന്ന പേര് നൽകിയത് ആരാണ്? ജഹാംഗീർ. ആരാണ്? ജഹാംഗീർ. അടുത്തത്, 1818 തന്നെ അധികം വൈകാതെ ഇന്ത്യ ഒഴിയേണ്ടി വരും, ഇന്ത്യയിൽ നിന്ന് വിട്ടുപോവേണ്ടി വരും എന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷുകാരൻ ആര്? 1818 ഒരു ബ്രിട്ടീഷുകാരൻ പ്രഖ്യാപിക്കുകയാണ്. ഈ അധികം വൈകാതെ എന്നുള്ളത് പിന്നീട് ഒരുപാട് കാലം നീണ്ടു നിൽക്കുകയാണ്. എന്നാലും അദ്ദേഹം പ്രഖ്യാപിച്ചു 1818 അധികം വൈകാതെ ഇന്ത്യ ഒഴിയേണ്ടി വരും. ആരാണ്? ഹേസ്റ്റിങ്സ് പ്രഭു. 1818 മുതൽ 1823 വരെ ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്ന ഹേസ്റ്റിങ്സ് പ്രഭുവാണ് ആദ്യമായി ഇന്ത്യ വിട്ടു പോവേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, വിക്ടോറിയൻ യുഗത്തിൻ്റെ ആസ്ഥാന കവി എന്നറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷുകാരൻ. വിക്ടോറിയൻ യുഗത്തിൻ്റെ ആസ്ഥാന കവി എന്നറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷുകാരൻ നിങ്ങൾക്കെല്ലാവർക്കും പരിചിതനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ജംഗിൾ ബുക്ക് എഴുതിയ റുഡിയാർഡ് കിപ്ലിംഗ് ആണ്. ആരാണ്? റുഡിയാർഡ് കിപ്ലിംഗ്. ജംഗിൾ ബുക്ക്. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി ഗോൾഫ് കളി ആരംഭിച്ച പട്ടണം. ഇന്ത്യയിൽ ആദ്യമായി ഗോൾഫ് കളി ആരംഭിച്ച പട്ടണം ന്യൂയോർക്കിൽ. ഗോൾഫ് കളി ആരംഭിക്കുന്നതിന് 30 കൊല്ലം മുമ്പ് തന്നെ ഇന്ത്യയിൽ ഗോൾഫ് ആരംഭിക്കുകയാണ് ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പട്ടണമായിരുന്ന ഏത് പട്ടണമാണ്? കൊൽക്കത്ത പട്ടണം. കൊൽക്കത്ത പട്ടണത്തിലാണ് ആദ്യമായി ഗോൾഫ് ആരംഭിച്ചത് ഇന്ത്യയിൽ. അടുത്തത്, ഇരട്ട നാവുള്ള കിഴവൻ രാഷ്ട്രീയക്കാരനെന്ന് മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിച്ചതാര്? ഇരട്ട നാവുള്ള കിഴവൻ രാഷ്ട്രീയക്കാരൻ, അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഇന്ത്യയുടെ വൈസ്രോയി ആണ് ആ സമയത്ത് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് വേവൽ പ്രഭു. ആരാണ്? വേവൽ പ്രഭു. വേവൽ പ്രഭു. അടുത്തത്, ഗാന്ധിജി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ചില ആളുകൾ ഒപ്പമുണ്ടാവും, ചില ആളുകൾ ഒപ്പമുണ്ടാവില്ല. മിക്കവാറും ആളുകൾ ഒപ്പം ഉണ്ടാവാതിരിക്കുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഒരു പാട്ട് പാടുമായിരുന്നു. അക്ല ചലോരെ, നിന്റെ വിളിക്ക് അവർ മറുപടി നൽകുന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുക, ഒറ്റയ്ക്ക് നടക്കുക. എക്ല ചലോരെ, എക്ല ചലോരെ. യൂട്യൂബിൽ എക്ല ചലോരെ എന്നടിച്ചു എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് പാട്ടുകൾ കേൾക്കാൻ പറ്റും. ശ്രേയ ഘോഷാൽ പാടിയ, അതേപോലെ തന്നെ കിഷോർ കുമാർ പാടിയ, ലെജൻസൊക്കെ പാടിയ പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഗാന്ധിജി ഈ പാട്ട് ഗാന്ധിജിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ആരാണ് ഈ പാട്ട് എഴുതിയത്? എക്ല ചലോരെ. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ. അടുത്തത്, ഇന്ത്യ ഒരൊറ്റ രാഷ്ട്രമാണെന്ന ആശയം അപഹാസ്യമായ നുണയാണ്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യ ആ സമയത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും സിഖും യൂറോപ്യൻസും ആംഗ്ലോ ഇന്ത്യൻസും എല്ലാവരും കൂടിച്ചേർന്ന ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അങ്ങനെ ഒരു രാജ്യം അപഹാസ്യമായ നുണയാണ് എന്ന് 1933 ജനുവരി 28 ഒരാൾ എഴുതി. അയാളുടെ പേരാണ് റഹ്മത്ത് അലി. റഹ്മത്ത് അലി. റഹ്മത്ത് അലി മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്നു. ആര്? റഹ്മത്ത് അലി. അടുത്ത്, ഡയറക്റ്റ് ആക്ഷൻ ഡേ നടന്നതെന്ന്. ഡയറക്റ്റ് ആക്ഷൻ ഡേ നടന്നതെന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിഭജിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആക്രമത്തിലൂടെ അത് നേടിയെടുക്കുമെന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആക്ഷൻ ഡേ
അന്നത്തെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് നടത്തിയത് എന്നായിരുന്നു? 1946 ഓഗസ്റ്റ് 16. അടുത്തത്, ലോകത്തിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ രാജ്യമാണ് ഇന്ത്യ, ഏറ്റവും പ്രതാപം നിറഞ്ഞ ജോലിയാണ് വൈസ്രോയിയുടേത് എന്ന് 1921 നവംബർ 17 തൻ്റെ ഡയറിയിൽ കുറിച്ച വൈസ്രോയി ആര്? അന്നത്തെ വൈസ്രോയി അല്ല എന്നോർക്കണം. അന്ന് ബ്രിട്ടനിൽ നിന്ന് രാജാവ് ഇന്ത്യ സന്ദർശനത്തിന് വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ മച്ചുനിയൻ വരികയാണ്. അദ്ദേഹമാണെന്ന് ഡയറിയിൽ കുറിച്ചത്. അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ വൈസ്രോയി ആയി മാറി. ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയും ആദ്യത്തെ സ്വതന്ത്ര ഭാരതത്തിലെ ഗവർണർ ജനറലുമായിരുന്ന ആരാണ്? മൗണ്ട് ബാറ്റൺ ആയിരുന്നു. അത് മൗണ്ട് ബാറ്റനാണ് ഇങ്ങനെ കുറിച്ചത്. അദ്ദേഹം അത് കുറിക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നില്ല. അടുത്തത്, ഓപ്പറേഷൻ സിപ്പർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ സിപ്പർ നിങ്ങൾ അധികം കേൾക്കാത്ത ചോദ്യമായിരിക്കും. ഓപ്പറേഷൻ സിപ്പർ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാന്റെ സഖ്യസേന മൗണ്ട് ബാറ്റന് മുന്നിൽ കീഴടങ്ങിയത്. ആ ദിവസമാണ് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞ് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായിട്ട് മൗണ്ട് ബാറ്റൻ പ്രഖ്യാപിച്ചത്. ആ സംഭവം നടക്കാൻ കാരണമായതിനെയാണ് ഓപ്പറേഷൻ സിപ്പർ എന്ന് പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന്റെ സഖ്യസേന മൗണ്ട് ബാറ്റന് മുന്നിൽ കീഴടങ്ങി 1945 കീഴടങ്ങിയ ആ ഓപ്പറേഷനെ പറയുന്ന പേരാണ്. അന്ന് മൗണ്ട് ബാറ്റൻ വ്യോമസേന തലവനായിരുന്നു. ആ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ സിപ്പർ. അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ സിപ്പർ. അടുത്തത്, അൺടു ദിസ് ലാസ്റ്റ് ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകങ്ങളിൽ ഒന്നാണ് അൺടു ദിസ് ലാസ്റ്റ്. ജോൺ റസ്കിൻ എഴുതിയ പുസ്തകമാണ്. 1904 ഒരു ട്രെയിൻ യാത്രയ്ക്ക് പോകുമ്പോൾ ഗാന്ധിജിക്ക് സമ്മാനിച്ചതാണ്. എന്നാണെങ്കിൽ നമ്മൾ ഫോണിൽ നോക്കിയിരിക്കും. അന്ന് പുസ്തകം വായിക്കാൻ വേണ്ടി കൊടുത്തു. ആ കൂട്ടുകാരൻ്റെ പേര് ഹെൻറി പൊള്ളോക്ക്. എന്താണ് കൂട്ടുകാരൻ്റെ പേര്? ഹെൻറി പൊള്ളോക്ക്. അടുത്തത്, ഇന്ത്യയുടെ സ്വയം ഭരണം എന്ന പുസ്തകം എഴുതിയതാര്? ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആകും. ഈ ചോദ്യം ഞാൻ മറ്റൊരു രീതിയിൽ പറഞ്ഞു തരാം. ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകം എഴുതിയതാര്? ആരാണ്? ഗാന്ധിജി. അപ്പോൾ ഇന്ത്യയുടെ സ്വയംഭരണം അല്ലെങ്കിൽ ഹിന്ദ് സ്വരാജ്. അടുത്തത്, യാചക വേഷം ധരിച്ച മഹത്തായ ഒരു ആത്മാവാണ് അദ്ദേഹം. അപ്പോൾ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന ചോദ്യത്തിന് പൊടുപ്പും തൊങ്ങലും ചേർത്ത് ഉള്ളൊരു വാചകമാണിത്. ആരാണ് ഗാന്ധിജിയെ മഹാത്മാവെന്ന് വിശേഷിപ്പിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി ഹർത്താൽ ആചരിക്കുന്നത് റൗളത്ത് ആക്ടിനെതിരെയാണ്. 1919 ഏപ്രിൽ 7 ഇന്ത്യയിലെ ആദ്യത്തെ ഹർത്താൽ. 1919 ഏപ്രിൽ 7. അടുത്തത്, V4 വിക്ടറി. 2 വിരലുകൾ ഇങ്ങനെ സ്പോർട്സ് താരങ്ങൾ കാണിച്ചു നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. V4 വിക്ടറി എന്ന ചിഹ്നം പ്രസിദ്ധമായത് രണ്ടാം ലോക മഹായുദ്ധകാലത്താണ്. ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കപ്പെട്ട വീട് എന്ന് അക്കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ട നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റിന് മുന്നിൽ ഒരാൾ നിൽക്കുകയാണ്. V4 വിക്ടറി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലാണ് V4 വിക്ടറി എന്ന ചിഹ്നം പ്രസിദ്ധമാക്കിയത്. അടുത്തത്, അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം തന്നെയാണ്. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിക്കാൻ വിൻസ്റ്റൺ ചർച്ചിലിനെ പ്രലോഭിപ്പിച്ച സംഭവം. വിൻസ്റ്റൺ ചർച്ചിലാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത്. എന്തായിരുന്നു? 1931 മാർച്ച് മാസത്തിൽ ഇർവിൻ പ്രഭുവിനെ വൈസ്രോയി ഭവനത്തിൽ ഒറ്റ മുണ്ടുടുത്ത് കാണാൻ പോയി. അത് പത്രങ്ങളിൽ വലിയ വാർത്തയായി വന്നു. അങ്ങനെ ആണ് എന്ത് വിശേഷിപ്പിച്ചത്? അർദ്ധനഗ്നനായ ഫക്കീർ. അടുത്ത്, പൊളിയുന്ന ബാങ്കിലേക്കുള്ള കാലഹരണപ്പെട്ട ചെക്കാണ് ക്രിപ്സ് മിഷൻ. 1942 വന്ന ക്രിപ്സ് മിഷൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. ക്രിപ്സ് മിഷൻ തിരിച്ചു പോയപ്പോൾ ഉടനടി നിങ്ങൾ തിരിച്ചു പോവുക എന്ന് പറഞ്ഞ് ഗാന്ധിജി ആരംഭിച്ച സമരം ഏതാണ്? അപ്പം ക്രിപ്സ് മിഷനെ തുടർന്ന് വന്ന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഏത് സമരം? ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്തത്, 1851 അവധ് നാട്ടുരാജ്യത്തെ ഏത് പഴവുമായാണ് ഡൽഹൌസി ഉപമിച്ചത്? ആ ചെറി പഴം നമുക്കുള്ളതാണ് എന്നാണ് ആര് വിശേഷിപ്പിച്ചത്? ഡൽഹൌസി പറഞ്ഞത്. ഡൽഹൌസി അന്നൊരു പോളിസി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ പോളിസി ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത്, ലാഹോർ റെസല്യൂഷൻ. 1940 ലാഹോർ റെസല്യൂഷൻ വരികയാണ്. 1940 ഈ ലാഹോർ റെസല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലാഹോർ റെസല്യൂഷൻ 1940 വരികയാണ്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
പാകിസ്ഥാൻ്റെ രൂപീകരണം, ഇതുപോലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ കണ്ടിന്യൂ എന്ന് ടൈപ്പ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളങ്ങനെ ടൈപ്പ് ചെയ്താൽ